വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ICDS സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് 21/2/2025 നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 19ാമത്തെ ചോദ്യം മുതലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യങ്ങൾക്കായി ആദ്യത്തെ ക്ലാസ് കാണുക. ICDS സൂപ്പർവൈസർ എന്ന ICDS എന്ന പ്ലേലിസ്റ്റിൽ കിട്ടുന്നതാണ്. ICDSന്റെ ഒരുപാട് ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് പഠിക്കുക. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 19. Which of the following statements about the Green Revolution in India is not correct? ശ്രദ്ധിക്കുക, ചോദ്യം നന്നായി വായിക്കുക. നോട്ട് കറക്റ്റ് ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, The Green Revolution led to the adoption of a high-yielding variety HYV seeds, chemical fertilizers and pesticides in Indian agriculture. ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഓപ്ഷൻ ബി, The Green Revolution primarily focused on promoting organic farming methods and reducing chemical inputs in agriculture. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. ഓപ്ഷൻ സി, The Green Revolution resulted in significant increase in wheat and rice production. ഹരിത വിപ്ലവം ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഓപ്ഷൻ ഡി, The Green Revolution contributed to an increase in agricultural productivity but also led to regional disparities in terms of access to technology and benefits. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി, എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ്? The Green Revolution primarily focused on promoting organic farming methods and reducing chemical inputs in agriculture. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്, അതായത് തെറ്റായത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം, അതായത് ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഹരിത വിപ്ലവം ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി, എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ഇതെല്ലാം ശരിയായ ഉത്തരമാണ്, അതായത് ശരിയായ വസ്തുതകളാണ്. എല്ലാം ശ്രദ്ധിച്ച് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 20. Which of the following crops is known as the golden fiber of India? താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻസ്: പരുത്തി, വാഴനാര്, ഗോതമ്പ്, ജൂട്ട്, ചണം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പരുത്തി, വാഴനാര്, ഗോതമ്പ്, ചണം. കോട്ടൺ, ബനാന ഫൈബർ, വീറ്റ്, ജൂട്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ചണം, ജൂട്ടാണ് ഉത്തരം. ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ചണം അഥവാ ജൂട്ടാണ്. Question number 21. In which landmark case did the Supreme Court of India, while delivering its verdict, state that there is no antithesis between the fundamental rights and directive principles of state policy, one supplements the other? ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ്, ശ്രദ്ധിക്കുക, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ്? ഓപ്ഷൻസ്: മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്, KM നാനാവതി വേഴ്സസ് ബോംബെ സ്റ്റേറ്റ്, നിർമ്മൽ സിംഗ് കഹ്ലോൺ വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.
കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനമായിട്ടുള്ള സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോർട്ട് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 22. താർക്കണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി all investigated the same issue in India. What is the common subject of equity examined by all these committees? താർക്കണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണ്? ഓപ്ഷൻസ്: ഇലക്ട്രോറൽ റിഫോംസ്, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ഫ്രീഡം ഓഫ് പ്രസ്, പത്രസ്വാതന്ത്ര്യം, വുമൺ ഇഷ്യൂസ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഓപ്ഷൻ എ, ഇലക്ഷൻ പരിഷ്കാരങ്ങളാണ് ഈ കമ്മിറ്റികൾ, അതായത് താർക്കണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഇലക്ടോറിയൽ റിഫോംസ്, ഇലക്ഷൻ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവായി അന്വേഷണ വിഷയം ആക്കിയത്. അടുത്ത ചോദ്യം, question number 23. Which reference to the writ mandamus consider the following statements? Mandamus is literally means a command or an order. Mandamus will not issue against a private individual. Mandamus will issue against the President of India. Mandamus is used to order the authority which refuses to perform a public duty. Which of the statements given above are correct? മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി മാൻഡമസ് പുറപ്പെടുവിക്കാം. പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 2, 3 മാത്രം. ഓപ്ഷൻ എ 1, 2 and 3. 1, 2 and 3. 1, 2, 3 മാത്രം. ഓപ്ഷൻ ബി 1, 2 and 4. 1, 2, 4 മാത്രം. ഓപ്ഷൻ സി 1, 3, 4 മാത്രം. ഓപ്ഷൻ ഡി all of the above are correct. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. 1, 2, 4 ഉത്തരം. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല. പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.